Good afternoon to all. Yeah. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എവിടെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നില്ല? ഓക്കെ. പിന്നെന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? അയ്യോ ഇന്നലെ വന്ന് ചോദിച്ചു, ഇന്ന് ചോദിച്ചു അല്ലേ? ക്ലാസ്സിൽ കയറിയിട്ട് 2 ദിവസമായി ഇംഗ്ലീഷ് സ്പോക്കണിന്റെ. ഓക്കെ. മോന് വയ്യല്ല. ഇന്നലെ കണ്ടില്ല, ഇന്നലെ ഞാനുണ്ടായിരുന്നു. മോനെ എന്തോ മോന് കാലില് പൊള്ളിയിട്ടിരിക്കുക, അപ്പൊ പിന്നെ വാശിയുണ്ട്. ഓക്കെ. നോക്കിട്ട് കയറിയാ മതി കേട്ടോ ക്ലാസ്സില്. ഞാൻ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ. ഓക്കെ. പിന്നെന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ പാസ്റ്റ് ടെൻസ് നമ്മൾ ക്ലിയർ ആയി. Then we moving on the next. The last tense is future tense. Okay. Then take your notebook and write down the heading future tense. Future tense la all actions: simple future, future continuous, future perfect, and future perfect continuous tense. Okay. So the first one, simple future, the structure is subject plus will plus V1. Subject plus subject plus will plus V1. ഇതാണ് ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ. ഇതാണ് ഇതില് ഫ്യൂച്ചറില് എല്ലാ ആക്ഷൻസിലും വില്ല് ഉണ്ടാവും. വില്ല് കണ്ടാൽ വിചാരിച്ചോളൂ അത് ഫ്യൂച്ചർ ആണ്. ഓക്കെ, അത് കോളി ലേറ്റ് ആണ്. അതിന്റെ കുറച്ച് വിളിക്കാം, ഫ്യൂച്ചർ ആണ്. പിന്നെ വിളിക്കാന്ന് പറയുന്ന കാര്യമല്ലേ, അത് കോളി ലേറ്റ് ആണ്. അത് ചെയ്യാൻ അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പോ വില്ലുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ആണ്. ഫസ്റ്റ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഇതിന്റെ മലയാളം മീനിങ് വരുന്നത് ചെയ്യാം എന്നാണ് കേട്ടോ. അതായത് ചെയ്യുന്നു, ചെയ്തു, ഇതാണെങ്കിൽ ചെയ്യാം. ചെയ്യാമല്ല ചെയ്യും, ചെയ്യാം ഓർ ചെയ്യും, ഏതാണ് കുഴപ്പമില്ല കേട്ടോ. ചെയ്യും ഏതോ ചെയ്യും. അപ്പോ I will do that. I will do that. ഞാനത് ചെയ്യും. അത് go there. ഞാൻ അവിടെ പോകും. I will do it. Yes, ഞാൻ ചെയ്യും. അപ്പോ വില്ലിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കണം, V1 ഫോം ആയിരിക്കണം. I will go, I will do, I will meet, I will see, I will write, I will read എന്നൊക്കെ വരാം. ഓക്കെ, ചെയ്യുമെന്നാണ്. അപ്പോ മലയാളം പറയുകയാണെങ്കിൽ ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. എങ്ങനെയാ പറയാ? ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. നാളെയാണ് ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. Tomorrow I will write a letter, or I will write a letter tomorrow. Okay, yeah, correct ആണ്. Tomorrow നമുക്ക് ഫസ്റ്റോ ലാസ്റ്റോ ആഡ് ചെയ്യാവുന്നതാണ്. I will write a letter tomorrow. Yeah. Okay, then ഞാൻ
അടുത്ത മാസം അവനെ മീറ്റ് ചെയ്യും. ഞാൻ അടുത്ത മാസം അവനെ കാണും. ഞാൻ അടുത്ത മാസം അവനെ കാണും എന്നാണെങ്കിൽ ഞാൻ അടുത്ത മാസം അവനെ കാണാൻ പോവാണ്. വേണ്ട വേണ്ട, ഓക്കെ, ഞാൻ അവനെ കാണും എന്ന് പറയുന്നു. അടുത്ത മാസം ഞാൻ അവനെ കാണും. I'll meet him next month. I'll meet him next month. I'll meet him next month. Okay. Clear. And then ഞാൻ അടുത്ത ആഴ്ച ദുബായി പോകും. ഞാൻ അടുത്ത ആഴ്ച ദുബായി പോകും. I will go to Dubai next week. Yeah, I will go to Dubai next week. Yeah. Okay. Clear അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ? വില്ലും ഷാല് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ചെയ്യാം എന്നാണ് നിങ്ങൾ ഷാല് ചെയ്യാം. അതായത് ഇപ്പോ നമുക്ക് ഒരു പ്രവൃത്തി, നമ്മൾ കാര്യം ചെയ്യുന്നത് ഷുവർ ആണ്, നമ്മൾ ചെയ്യുമെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ വില്ല് യൂസ് ചെയ്യാം. 100% നമുക്ക് ഷുവർ ആണ്, ഞാനിവിടെ പോകും, ഞാനിവിടെ പോകും എന്നൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്കവിടെ വില്ല് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ്, ഇപ്പോ നമ്മള് പറയാണ് ഞാൻ ചിലപ്പോ അവിടെ പോകും, ചിലപ്പോ ഇവിടെ പോകുമെന്നാണെങ്കിൽ അവിടെ വില്ല് യൂസ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ആണ് ഉദ്ദേശിക്കുന്നത്, ഉറപ്പില്ല. അല്ലെങ്കിൽ നീ എന്റെ കൂടെ ഒന്ന് വരുമോ എന്നൊക്കെയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയുന്നതും ഞാൻ വരും എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടോ? വരാം എന്നുള്ളതും വരും എന്നുള്ളതിന് വ്യത്യാസം ഉണ്ടോ? What is the difference between വരാം and വരും? ഉണ്ട് അല്ലെ? വരും എന്ന് കേട്ടാൽ നമുക്ക് പിന്നെ രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പാണ് വരും അല്ലെ? വരാമെന്നാണെങ്കിൽ എന്തായാലും വരും എന്ന് നമ്മൾ ചോദിക്കും, ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ചോദിക്കും. ഓ വരും ഉറപ്പാണെങ്കിൽ നമുക്കവിടെ ഐ വിൽ എന്ന് പറയും. വരാം എന്നാണെങ്കിൽ ഐ ഷാൽ എന്ന് പറയും. പക്ഷേ ഒരു കാര്യം, ഷാൽ ഇപ്പൊ ഷാലിന്റെ യൂസേജ് മനസ്സിലായല്ലോ? ഷാൽ വരുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായില്ലേ? ഒരു കാര്യമുണ്ട്, ഈ ഷാൽ ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ മോഡേൺ ഇംഗ്ലീഷില് ഇപ്പൊ എല്ലാരും വരാമെന്നാണെങ്കിലും വരുമെന്നാണെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ എങ്ങനെയാ യൂസ് ചെയ്യാ? ഷാലിപ്പോ യൂസ് ചെയ്യുന്നത് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കാം. ഷാലോ ഒക്കെ ചോദിക്കുന്ന ഫോർമലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ, പെർമിഷൻ ഒക്കെ ചോദിക്കാനായിരിക്കും ആണ് ഇപ്പൊ മെയിൻലി നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ അല്ലാതെ പൊതുവെ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വില്ല തരാനുണ്ടോ? അയച്ചാൽക്കാം, ഞാൻ വരാം. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം വില്ല തന്നെയാണ്, വില്ല ഷാല് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഷാല് പിന്നെ നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ? വില്ല് 100% ആണെങ്കിൽ ഷാല് 50% ആണ്. അതാണ് വ്യത്യാസം. പിന്നെ ഷാല് നമുക്ക് എല്ലാത്തിന്റെ കൂടെ, എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ ഷാല് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഷാലോ നമ്മൾ പറയോ അവൻ വരാം എന്ന് പറയും? ഒരിക്കലില്ല. ഞാൻ വരാം അല്ലെങ്കിൽ ഞങ്ങൾ വരാം, ഇത് രണ്ടുപേരും നമ്മൾ പറയൂ. സോ ഷാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐയുടെ കൂടെയും ബിയുടെ കൂടെയും യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഐ ഷാൽ കം ഓർ വി ഷാൽ കം, അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഐ ഓർ ബി ഷാൽ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ഐ ഓർ ബി. ഐ ആൻഡ് ബി ഓർ ഐ ആൻഡ് ബി, ഈ രണ്ട് സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഷാൽ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ വില്ല് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ? അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസില്
മെയിൻലി യൂസ് ചെയ്യുന്ന വീലാണ് ഷാൽ യൂസ് ചെയ്യാൻ. ഷാലിന്റെ യൂസേജ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. So then we moving on the next tense is future continuous tense. Future continuous tense structured subject plus will be plus verb plus ing. സ്ട്രക്ചർ ഒന്നും പറയാമോ? Subject plus will be plus subject plus will be plus verb ing. Subject plus will be plus verb ing. Okay, just wait a second. Okay, അപ്പോൾ I will be subject plus will be plus verb ing. അതായത് ഇപ്പോ ചെയ്യുകയായിരിക്കും എന്ന് പറയാലോ. അത് ചെയ്യും എന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും അവർ ചെയ്യുകയായിരിക്കും, അവൻ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ കുക്ക് ആയിരിക്കും, അല്ലെ? നമുക്ക് അങ്ങനെയും പറയാലോ, അല്ലെ? കുക്ക് ആയിരിക്കും, അവൻ പഠിക്കായിരിക്കും, അവനോട് പോകുകയായിരിക്കും. അപ്പൊ ഇതൊക്കെ ഫ്യൂച്ചറിലാണ്, കണ്ടിന്യൂസ് ആണല്ലോ. നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാവുന്നതാണ്. ഷീൽ ബി ഗോയിങ് ദി ആർ, ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവൻ പോവുകയായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പോ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ will be ഇവിടെ പറയുമ്പോ ഇപ്പോ നമുക്കിവിടെ ചെയ്യുകയായിരിക്കും പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറയാം. ഇപ്പോ I'll be there at 7 o'clock. I'll be there at 7 o'clock. ഞാൻ അവിടെ ഉണ്ടായിരിക്കും, അങ്ങനെയും പറയാം. പ്രവൃത്തിക്കും പറയാം, ഒരു നൗണിനും പറയാം. അതായത് ഒരാളെ കുറിച്ച് നമുക്ക് അവിടെ പറയാലോ. നീ നാളെ ഇവിടെ എപ്പോ ഉണ്ടാകും? I'll be there at 7 o'clock. ഞാൻ അവിടെ 7 മണിക്ക് ഉണ്ടാകും എന്നും പറയാട്ടോ. ഒരു പ്രവൃത്തി ശരിയായിരിക്കും എന്ന് പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും. അങ്ങനെ ആ ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇപ്പോ ഞാൻ ഇപ്പോ അവൻ നാളെ ദുബായി പോകുകയായിരിക്കും എന്ന് പറയണെങ്കിലോ, അവൻ നാളെ ദുബായി പോകുകയായിരിക്കും. അവൻ നാളെ ദുബായിൽ പോകുകയായിരിക്കും. എങ്ങനെ പറയാം? Tomorrow, yeah, he'll be going to Dubai tomorrow. Yeah, tomorrow he'll be going to Dubai. He'll be going to Dubai tomorrow. അവൻ നാളെ ദുബായിൽ പോകുകയായിരിക്കും. അവൻ നാളെ ദുബായിൽ ഉണ്ടായിരിക്കും എന്നാണെങ്കിലോ, അവൻ നാളെ ദുബായിൽ ഉണ്ടായിരിക്കും. അവൻ നാളെ ദുബായിൽ ഉണ്ടായിരിക്കും. അവൻ നാളെ ദുബായിൽ ഉണ്ടായിരിക്കും.
He will be at Dubai tomorrow. He'll be at Dubai tomorrow. He'll be Dubai tomorrow. He'll be at Dubai. Dubai ഉണ്ടായിരിക്കും. He'll be at Dubai tomorrow എന്ന് പറയാം. അപ്പൊ will be നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. അവന്റെ കൂടെ യൂസ് ചെയ്യാം ആൻഡ് നമുക്ക് വെർബിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? Okay, is it clear for you? Yes, clear. Okay. Then moving on the next tense, future perfect tense. Future perfect tense. The structure is subject plus will have plus V3. Subject plus will have plus V3. പോയിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. ഓക്കെ, ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാ പറയുന്നത്. ചെയ്തിട്ടുണ്ടാകും. അവനവിടെ പോയിട്ടുണ്ടാകും, അവൻ അവളെ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയണമെങ്കിൽ should have met her. അവൻ അവരെ കണ്ടിട്ടുണ്ടാകും. അവൻ അവിടെ പോയിട്ടുണ്ടാകും. ഇത് have gone there. അവൻ അവിടെ പോയിട്ടുണ്ടാകും. മനസ്സിലായോ? നാളെ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. നാളെ അവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെയാ പറയാ? നാളെ അവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. He will have completed his work tomorrow. Yeah, he will have finished his work tomorrow. And tomorrow he will have finished his work. Ma'am, one doubt I have. Tomorrow he will have finished his work. അപ്പോ ആ ഹീയും ഹിസും ഒരേപോലെ വന്നില്ലേ മാം? ഒരേ സെന്റൻസിൽ. അത് എനിക്കറിയാം, അത് ശരിയാണെന്ന്. അത് കുഴപ്പമുണ്ടെന്ന്. ടുമാരോ ഹി വിൽ ഹാവ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. ഹി ടു ടൈമില് അവൻ വർക്ക്, അതുകൊണ്ട് കുഴപ്പമുണ്ട് മാം? ഹീയും ഹിസും. അതായത് നാളെ അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. He will have worked completed tomorrow. He will have completed ഇന്ന് എന്തിനാണ് അവിടെ ഇന്ന് ആവശ്യമില്ല കേട്ടോ. കംപ്ലീറ്റഡ് വർക്ക്, ഹിസ് വർക്ക്. അവന്റെ വർക്ക് ആണെങ്കിൽ അവന്റെ വർക്ക് എന്ന് പറയാം. വർക്ക് ആണെങ്കിൽ ഹിസ് വർക്ക് പറയാം. ഓക്കെ. Then അവൾ അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. അവൾ അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. ഒന്നുകൂടെ പറയാൻ.
അവൾ അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. അവൾ അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തിയിട്ടുണ്ടാകും. She will have reached school. അത് മതി. Reach the school, the school എന്നാണെങ്കിൽ ഒരു particular school ആണ്. അവളുടെ സ്വന്തം സ്കൂൾ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് she will have reached school എന്ന് പറയാം. അവിടെ ആർട്ടിക്കിളോ prepositionോ ഒന്നും ആവശ്യമില്ല. She will have reached school before 30 minutes or half an hour. Okay? She will have reached school before half an hour or 30 minutes. Okay, clear? Any next future perfect continuous tense. പെട്ടെന്ന് പോവുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതിന് കുറെ എക്സസൈസ് വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്ട്രക്ചർ ചെയ്താ subject plus will plus have plus been plus verb ing. You have been എന്ന് പറയാം. You have been. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ രാവിലെ മുതൽ കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അവൾ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. She will have been cooking. She will have been cooking since morning. Since morning. രാവിലെ മുതൽ. She will have been cooking since morning. Okay? Yeah. Then അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനത്തെ ഒരു സെന്റൻസ് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് പറയാറുണ്ടോ? പൊതുവെ കുറവാണ്. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ. അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാ പറഞ്ഞേട്ടോ. അവൾ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. She will have been studying for 3 hours. Okay, she will have been studying for 3 hours എന്ന് വരും. Okay, since എന്ന് പറയുന്നത് മുതലാണ്, രാവിലെ മുതൽ വൈകുന്നേരം മുതൽ എന്ന് പറയുന്നതാണ് since. ആയിട്ട് എന്ന് പറയുന്നത് for ആണ് കേട്ടോ. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. അത്രയാണ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഇപ്പൊ പഠിച്ച ഈ 12 ടെൻസിൽ നമുക്ക് 8 ടെൻസ് മാത്രമേ നമ്മുടെ ഡേ ടു ലൈഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 4 നമ്മൾ പൊതുവെ ഇങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. യൂസ് ചെയ്യാത്തത് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാത്ത ടെൻസ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ടെൻസ് ക്ലിയർ ആണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഈ കാണുന്ന ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ അല്ല, കാണുന്നില്ല? ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഈ ഫസ്റ്റ് 9 എഴുതുന്നു. 10 കാണാൻ പറ്റില്ല. ഈ 9 എഴുതും. ട്രാൻസ്ലേറ്റ് ചെയ്യാട്ടോ. അത് ഒരുമിച്ച് ഒറ്റ മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യും. ഓരോന്നോരോന്നായിട്ട് ചെയ്യരുതേ. ഒറ്റ മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വായിക്കാനും കറക്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ആരൊക്കെയാണ് അയച്ചതെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 9 ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്യാണ്. നിങ്ങളത് ചെയ്യൂ. ഇതൊരു വർക്ക് എന്നാണ്, കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ,
കഴിഞ്ഞവരൊക്കെ ടെക്സ്റ്റ് ചെയ്യാട്ടോ എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അറിയൂ, ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് മാം. ഓക്കെ.
Here reading books. Read everything aloud. They will feel the book. Children, piano. ശ്രദ്ധിച്ചെഴുതൂ എല്ലാവരും. എല്ലാ ടെൻഷനെയും ബേസ് ചെയ്തിട്ടാണ് കേട്ടോ മലയാളം ചോദിച്ചിരിക്കുന്നത്. അത് ടെൻസ് മാത്രമല്ല. She's studying piano. Now I'm looking dinner. I finished my homework and she had to stretch it on twice. I'll read the book many times. He's studying to read. That makes us pretty good. So, he likes to read the books. She's always read the journey. Yeah. കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടല്ലോ. കേരളയിലുണ്ട് പലവിധ മിസ്റ്റേക്സ് ഉണ്ട്. ഇവിടെ മിസ്റ്റേക്സ് ഉണ്ട്. എന്താണ് ടെൻസ് ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും? എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സ് അല്ല എന്തൊക്കെയോ ഡൗട്ട് ഉള്ള പോലെ ഉണ്ടല്ലോ. എല്ലാ ടെൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ 9 എണ്ണം അല്ലാട്ടോ ഉള്ളത്, 3 ഉണ്ട്. ഓക്കെ, 30 മലയാളം സെന്റൻസ് ഉണ്ട്. സോ ഇത് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഹോംവർക്ക് ആയിട്ട് തന്നു വിടാമായിരുന്നു, പക്ഷേ തന്നു വിട്ടാൽ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലേ എനിക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയോ ഇല്ലയോ എന്ന് ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നില്ല. ക്ലാസ്സിൽ ഇനി ഓരോരുത്തരെ കുറിച്ച് ഞാൻ പറയിപ്പിക്കാം. മാക്സിമം അങ്ങനെ പറയാൻ നോക്കാം. Read the books, this letter talks from the article house. Is learning to play the piano. Cookie cleaner, I have done the homework. She had this learn to find for 2 times. Have been that book. നിങ്ങൾ ടൈപ്പ് ചെയ്തത് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താ നിങ്ങളുടെ ട്രാൻസ്ലേഷൻ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അല്ലെ? അതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, മിക്കവരും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ സ്ട്രക്ചർ പഠിച്ചുകൊണ്ടായില്ല എന്ന് മനസ്സിലായില്ലേ? വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വൊക്കാബുലറി വേണം. 9 എണ്ണം ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കിയേ നിങ്ങള്. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏത് ടെൻസ് ആണെന്ന് നോക്കിയേ. ടെൻസ് ഏതാണ്? അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണ്? അറിയൂ? അറിയില്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ ഇത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ ഇങ്ങനെ വരും, he likes to read books. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് റീഡിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യുന്നത്. he likes ന്റെ കൂടെ എക്സ് ആഡ് ചെയ്യാ. he likes to read books. And the second one, അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. It's also a simple present tense. Okay, how can we say that? ഇങ്ങനെ പറയാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഓർക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതാ, then verb എന്താണ് verb എഴുതാ. ഇത് വരും. എന്താണെന്ന് മിണ്ടാതെ ആരും. She talks, she always talks politely എന്ന് വരും. അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ she always talks politely or gently. Adverb നമുക്ക് എന്തുവാണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, politely, gently എന്നൊക്കെ പറയുന്നത് adverb ആണ്. അപ്പൊ you can use anything, any word you can use as an adverb. Okay, then അവർ വീട് വൃത്തിയാക്കുകയാണ്.
Present continuous tense. വീട് വൃത്തിയാക്കിയാണെന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അപ്പോ they are cleaning the house. They are cleaning the house. ഇനി അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അതും ഒരു present continuous tense ആണ്. She's learning piano. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She's learning to play the piano. She's learning to play the piano എന്ന് പറയും. നമ്മൾ വായിക്കുക എന്ന് പറയുമ്പോൾ റീഡിംഗ് ആണോ ഇവിടെ? അല്ലല്ലോ, അല്ലേ? അവള് വായിക്കാൻ മീൻസ് പ്ലേ ചെയ്യാൻ പഠിക്കുകയാണെന്നല്ലേ? നമ്മൾ മലയാളത്തിൽ പറയുന്നത് അങ്ങനെയല്ലേ? വായിക്കാൻ പഠിക്കുന്നു എന്നല്ലേ? അപ്പൊ ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ എന്ന് വരും. ഇപ്പൊ മനസ്സിലായോ? എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? മനസ്സിലായോ? ഇത് ഞാൻ ടെൻസ് വൈസ് ആണ് ഓരോ മലയാളോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടെൻസിനെ ബേസിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടെൻസിനെയും ബേസിസ്റ്റ് ആണ് ഞാൻ തന്നിരിക്കുന്ന മലയാളം എല്ലാവരും സെന്റൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ മാക്സിമം ആ രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പോ എന്ത് തോന്നുന്നുണ്ട്? ടെൻസ് ഓക്കെ ആണോ? ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തെടുക്കേണ്ടി വരുമോ? പറയൂ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? നിങ്ങൾ ചോദിക്കുമ്പോ ഒക്കെ നിങ്ങൾ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോ എന്തോ ഒരു ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ആണോ? ഇതാണെന്നും ഇല്ലാത്തത് പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഉണ്ടോ? നിങ്ങള് പോയോ? കൂടെ ക്ലിയർ ആവണം. പഠിപ്പിക്കുന്നതിനുള്ള കുഴപ്പമല്ല, ഞാൻ മനസ്സിലാക്കിയെന്നുള്ള കുഴപ്പമാണ്. അതെ, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എല്ലാരും ക്ലിയർ ആണെന്ന് പറയുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു ക്ലിയർ അല്ലാന്ന്. നമുക്ക് ശരിയാക്കാം കേട്ടോ. ഞങ്ങോട്ട് പോകുന്നതോടെ നമുക്ക് ടെൻഷനെ കറക്റ്റ് ചെയ്ത് ഞാൻ കുറെ ഇങ്ങനെ മലയാളമൊക്കെ ചോദിച്ച് കുറച്ചുകൂടെ അത് ക്ലിയർ ആക്കാം, കുറച്ചുകൂടെ ഫെമിലിയർ ആക്കാം. എങ്ങനെ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലാവണം. അതിന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൂ, നമുക്കത് സെറ്റാക്കാം. ഓക്കെ, എല്ലാവരുടെ കൂടെയാണ് ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. Okay, ma'am. Okay, so let's try to please class. So thank you all. See you on the next class. Okay, bye. Bye. Thank you, ma'am. Thank you.